ഇപ്പോൾ കൊല്ലത്തേക്കാണ്. കൊല്ലം ദേശീയപാതയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കൊട്ടിയം തിരുമുക്കിലാണ് പൈപ്പ് പൊട്ടിയത്. ദിലീപ് ദേവസ്യ, പൈപ്പ് പൊട്ടിയിട്ട് കുറെ നേരമായോ? വെള്ളം ചീറ്റി തെറിക്കുകയാണല്ലോ. സുജയ, ഏകദേശം 3/4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ കുടിവെള്ള പൈപ്പ്, ജപ്പാൻ കുടിവെള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത്. എൻ്റെ തൊട്ടടുത്തൊരു 3 നില കെട്ടിടം കാണുന്നുണ്ട്. ആ കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് ഈ വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നു പൊന്തുന്നത്. അതായത് ഒരു സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 45 മിനിറ്റിലധികം സമയമായി ഈ വെള്ളം, ഈ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല, ഇത്തരത്തിൽ വലിയൊരു കൗതുകമായി കാണുന്ന ആളുകൾക്ക് ഇവിടെ നോക്കി ആ വെള്ളത്തിൽ ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ആ വെള്ളത്തിൽ ആളുകൾ അതൊരു ഹരമായി വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നു, വാഹനം കഴുകിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ദേശീയപാത ആയതിനാൽ ഇത്തരത്തിൽ വെള്ളം ഉയർന്നു പൊങ്ങുന്നത് കാണുമ്പോൾ കൗതുകത്തോടെ വാഹനം നിർത്തി ഫോട്ടോ എടുക്കുന്നത് വലിയ തോതിലുള്ള അപകടം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. വാട്ടർ അതോറിറ്റി അടക്കം വിവരം അറിയിച്ചിട്ടും ആരും എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. ആളുകൾ വലിയ തോതിൽ റോഡ് പണി നടക്കുന്നുണ്ട്. കൊട്ടിയം തിരുമുക്കിലാണ് ഇപ്പോൾ ഈ വെള്ളം പാഴാകുന്നത്. നമ്മൾ ഇതൊരു വേനൽക്കാലം വളരെ നേരത്തെ എത്തി, ഇപ്പോൾ തന്നെ ചൂട് കൂടുതലാണ്. അതിനിടയിലാണ് ഇത്രയും വെള്ളം പാഴാകുന്നത്. എന്തുകൊണ്ടാണ് ഈ അധികൃതർ വരാത്തത് ദിലീപ്? സുജയ, ഏകദേശം 45 മിനിറ്റായി അധികൃതരെ ഈ വിവരം അറിയിച്ചിട്ട്. നമ്മളിപ്പോൾ ആ നാട്ടുകാർ അപ്പുറത്തെ സൈഡിൽ, അതായത് റോഡിൻ്റെ അങ്ങേ തലകിൽ ആളുകളുണ്ട്. അവരോടടക്കം നമ്മൾ ഈ കാര്യം നേരത്തെ ചോദിച്ചിരുന്നു. വലിയ തോതിൽ, അതായത് ഒരു മഴക്കാലത്തിന് സമാനമായിട്ടുള്ള വെള്ളം വീഴുന്നത് കാണാം. അതുപോലെ തന്നെ ഈ ഒരു കൗതുകമായിട്ട് ആളുകൾ ഫോട്ടോ എടുക്കുന്നതടക്കം കാണാൻ വലിയ തോതിൽ ഉയർന്നു പൊന്തുന്നതാണ്. പല രീതിയിലേക്ക് വെള്ളം തിരിയും മറയുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വട്ടത്തിൽ ചുറ്റിക്കഴിഞ്ഞു. നേരത്തെ ആ വശത്ത് ഇടതുവശത്തേക്കാണെങ്കിൽ ഇപ്പോൾ വലതുവശത്തേക്ക് വെള്ളം പോകുന്നു. അത് വലിയ തോതിൽ ഏകദേശം 45 മിനിറ്റോളമായി ഇങ്ങനെ സെക്കൻഡിൽ എത്ര ലക്ഷം ലിറ്റർ വെള്ളം പോയിട്ടുണ്ടാകുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ സമയത്തടക്കം നാട്ടുകാർ ഇവിടുത്തെ വാട്ടർ അതോറിറ്റി വിവരമാണ്. നമുക്ക് അവരോട് ഒരു വിശദീകരണം ചോദിക്കാവുന്നതാണ്. ഞാൻ ആ വശത്തേക്ക് ഒന്ന് പോവുകയാണ്. കൊട്ടിയം തിരുമുക്കിലാണ് ഈ പൈപ്പ് പൊട്ടി വെള്ളം പാഴാക്കുന്നത്. ജല അതോറിറ്റി അധികൃതർ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. കാരണം വെള്ളമില്ല എന്ന് നമ്മൾ പറയുമ്പോഴാണ് വെള്ളം പാഴാകുന്നത്. ഇത് രണ്ടാമത്തെ വട്ടമാണ്. ഇത് നമ്മളെ ചാത്തന്നൂരിൽ നിന്ന് കൊട്ടിയത്തേക്ക് പോകുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ 2 ഇഞ്ച് വ്യാസമുള്ള പൈപ്പാണ് നിലവിലിപ്പോൾ പൊട്ടിയിരിക്കുന്നത്. NH 66 വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പൊട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പൈപ്പ് പൊട്ടിയതിൽ വളരെ ദുഃഖമുണ്ട്. എന്ന് വെച്ചാൽ വരും കാലങ്ങളിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ജപ്പാൻ കുടിവെള്ളം, ഈ കാര്യം പോലീസിനെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഈ വാഹനം പെട്ടെന്ന് നിർത്തുന്നത് ഒരു അപകടമാകുന്നല്ലോ. വാഹനം നിർത്തുന്നത് ഈ ദേശീയപാതയിൽ വെള്ളത്തിന് ഇപ്പം ജപ്പാൻ കുടിവെള്ളം ഇല്ല, ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പം. ഇതിനൊരു നടപടി എടുക്കുന്നില്ല. ഇവര് കറക്റ്റായിട്ടുള്ള നടപടി എടുക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചക്ക് 2 ദിവസത്തിന് മുമ്പും ഇവിടെ പൊട്ടിയതായിരുന്നു. അവർ പണിഞ്ഞതായത്. ഇത്ര ഉയരത്തിൽ തന്നെയായിരുന്നു. അതേനൊക്കെ തന്നെ ഈ റോഡ് മൊത്തം വെള്ളമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളവര് തന്നെ. ഈ കളിയാകുളത്തെ ചേട്ടാ കുളിക്കാൻ പറ്റും. വലിയ തോതിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളടക്കം വലിയ പ്രഷറിലാണ് വെള്ളം ഉയർന്നു പൊന്തുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയടക്കം ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പോയിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും വിവരം അറിയിച്ചിട്ടും ഏകദേശം 1 മണിക്കൂറിലധികം നമുക്കതിൻ്റെ പ്രഷർ മനസ്സിലാക്കാവുന്നതാണ്. പൈപ്പ് കൂടുതൽ പെട്ടാനുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കുടിവെള്ള പൈപ്പിലെ മനുഷ്യന് കുടിക്കാനുള്ള വെള്ളമാണ് ഇങ്ങനെ പൊട്ടി പാഴാകുന്നത്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പാണ് കൊട്ടിയം തിരുമുക്കിൽ പൊട്ടിയിരിക്കുന്നത്. ഇത്രയും സമയമായി അതിനൊരു പരിഹാരമായിട്ടില്ല. കൊല്ലം ദേശീയപാതയിലാണ് ഈ സംഭവം. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ ദൃശ്യങ്ങൾ നമ്മൾ വെക്കുകയാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദിലീപ് ദേവസ്യ.